ഹായ് മക്കളെ, എല്ലാവർക്കും ആശു ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ കുറെ ദിവസമായിട്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാര് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ വീഡിയോസ് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് മക്കള് മലയാളത്തിൽ പ്രത്യേകമായിട്ടും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കൂട്ടുകാർക്ക് പുതിയ പാഠപുസ്തകങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുൻ വർഷ ചോദ്യപേപ്പർ ഒന്നും ചെയ്ത് നോക്കാനായിട്ടില്ല അല്ലെ. അപ്പൊ മക്കൾ പേടിക്കൊന്നും വേണ്ട, ടീച്ചർ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതേ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇപ്രാവശ്യവും പരീക്ഷയ്ക്ക് വരേണ്ടായിരിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗദ്യഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. അതായത് ഒരു കഥാഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് അത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം മക്കള്, കഥാഭാഗം 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് ആ ഒരു ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ആ തന്നിട്ടുള്ള കഥാഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കഥയാണ് തരുന്നതെങ്കിൽ ചിലപ്പം അതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഥയ്ക്ക് യോജിച്ച രീതിയിൽ ഒരു തലക്കെട്ട് നൽകാനായിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏത് കഥയാണോ തന്നിട്ടുള്ളത് അതിൽ ആശയം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച രീതിയിൽ വേണം അതിനൊരു ഹെഡ്ലൈന് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ചിലപ്പോൾ മക്കൾക്ക് കഥ തന്നെ തരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വായിക്കാനായിട്ട് ഒരു പാരഗ്രാഫ് തരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പാഠഭാഗത്ത് കുറച്ച് കലാരൂപങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, കഥകളിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കുറിപ്പ് പോലെ തരും. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാനായിരിക്കും കേട്ടോ ചിലപ്പോൾ പറയണ്ടായിരിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ കലാരൂപങ്ങളെ കുറിച്ചും നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, വായിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് ഉത്തരം എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരം എവിടെ ഉണ്ടായിരിക്കും, നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്തായാലും മക്കൾ കഥകളിയെ കുറിച്ചിട്ട് ഒന്ന് അറിഞ്ഞിട്ട് പോകണം കേട്ടോ. കഥകളിയുടെ പലവിധ വേഷങ്ങളില്ലേ, ഏതൊക്കെയാണ്, പച്ച, കത്തി, മിനുക്ക്, കരി എന്നൊക്കെ പറയുന്ന വേഷങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, മക്കളൊന്ന് ഓർത്ത് വെച്ച് പോവാ കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചിത്രം തന്നിട്ട് അത് ഏത് കലാരൂപമാണ് എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രവർത്തനം പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ഒരു ഗദ്യഭാഗം വായിക്കാനായിട്ട് തരും. അത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറയൂ കേട്ടോ. അതിൽ പ്രധാനമായിട്ടും മക്കൾ കഥകളിയെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ കേട്ടോ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ചോണനെയും മണിയെയും ഓർമ്മയില്ലേ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു സംഭാഷണം ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ചോണനും മണിയനും കൂടി എവിടേക്ക് പോയിട്ടുണ്ട്, അപ്പാണ്യത്തിന് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് പോകുന്ന വഴി അവര് തമ്മിലുള്ള സംഭാഷണം പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവിടെയുള്ള അപ്പങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള പലഹാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പക്ഷേ സംഭാഷണമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലൊക്കെ കുറേ പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രദർശനം നടത്തുകയാണ്. അതായത് മറ്റു ക്ലാസ്സിലുള്ളതും അതുപോലെ മറ്റു സ്കൂളിലുള്ള ടീച്ചേഴ്സിനൊക്കെ കാണാനായിട്ടും കഴിക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഒരു പലഹാര പ്രദർശനം നടത്തുകയെന്ന് വിചാരിക്കുക. അപ്പൊ അതിലേക്ക് ആ വിവരം എന്ത് ചെയ്യണം, നമുക്ക് സ്കൂളിലുള്ള മറ്റു കൂട്ടുകാരെയും മറ്റു ടീച്ചേഴ്സിനൊക്കെ അറിയിക്കണം അല്ലേ. അപ്പൊ അതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കും, ഒരു പേര് കൊടുക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നല്ലൊരു പേരൊക്കെ നിങ്ങൾ കണ്ടുവച്ചിട്ട് പോവാ കേട്ടോ. ഇതേ രീതിയിൽ പോസ്റ്റർ ഒക്കെ തയ്യാറാക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ ഫുഡ് ഫെസ്റ്റിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ മക്കള് നോക്കിയിട്ട് പോവാ കേട്ടോ. എന്താണ്, രുചിമേളെന്നോ അല്ലെങ്കിൽ നാവിൽ കൊതിയൂറും രുചി എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ എന്ത് ചെയ്യാം, അതിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. പിന്നെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനെന്ത് ചെയ്യും, ഒരു ഉദ്ഘാടനത്തിനായിട്ട് ഒരാളൊക്കെ വരും. അതുപോലെ തന്നെ ഏത് ദിവസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കണം, നമ്മുടെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മക്കള് പഠിച്ചിട്ട് പോവാ കേട്ടോ. അതിൽ ആവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും നിറം നൽകാനൊന്നും മക്കള് മറക്കരുതേ.
അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മക്കള് ഓർത്ത് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കവിത തരും. കവിതയിൽ ഒരു 4-5 വരികൾ തന്നിട്ട് കവിത പൂർത്തീകരിച്ച് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അതിന് തയ്യാറായിട്ട് പോവാ കേട്ടോ. അതൊക്കെ ടീച്ചർ മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളതിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് കവിത പൂർത്തീകരിക്കാനായിട്ട്. അത് നിങ്ങളുടെ പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരണമെന്നില്ല, നമുക്ക് അല്ലാത്ത രീതിയിലാണ് പൊതുവെ ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കവിതകളൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ ഈണത്തിലും താളത്തിലും അതിനോട് യോജിക്കുന്ന രീതിയിൽ വരികൾ ചേർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക കേട്ടോ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഒരു കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ട് ബാക്കി ഭാഗം പൂർത്തീകരിച്ച് എഴുതാനായിട്ട് ചോദിക്കലുണ്ട്. അത് നമുക്ക് മുന്നേ വർഷങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ മക്കൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല അത്തരത്തിലുള്ള കഥകൾ വരാറുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നല്ല കഥകളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് എടുത്തു നോക്കുക, അതിലൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കഥ പകുതി ഭാഗം പറയുകയാണെങ്കിലും ബാക്കി ഭാഗം മക്കൾക്ക് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് പറയാൻ പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മക്കള് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.